ഭൂരിഭാഗം എന്നെ ആർട്ടിസ്റ്റിനും അവരെങ്ങനെ മൈലാഞ്ചി ഇടാൻ പഠിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാവും. അതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു സ്റ്റോറി. ആ ഒരു സ്റ്റോറി പറയുന്നതിന് മുന്നേ ഞാനിത് തുടക്കം മുതൽ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത്ര നേരം ഇട്ടത് എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ചെറുതായിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് വരാം. ഞാൻ എങ്ങനെയാണ് ഹെന്നിടാൻ പഠിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. രണ്ടാളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൈലാഞ്ചി ഇടും. മൂത്ത ആൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇടുന്നു വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഒരു ചെറുപ്പം മുതൽ ആൾ ബ്രൈഡിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ആൾ ഇങ്ങനെ ഓരോ മത്സരത്തിനൊക്കെ പോയിട്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ആള് ഡിസൈൻ ഒരു വെറൈറ്റി ഡിസൈനാണ്. ഭയങ്കര രസമാണ് കാണാൻ തന്നെ. ഞാൻ എപ്പോഴെങ്കിലും അവള് വീട്ടിലുണ്ടാകുമ്പോൾ ഉറപ്പായും ഞാൻ അവളെ കൊണ്ട് ഇടിപ്പിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളെ പറ്റി പറയാനാണെങ്കിൽ ആളെ അന്നും ഇന്നും ഞാൻ കളിയാക്കലുണ്ട്. കാരണം ആൾക്കൊരു മാങ്കാണ്ടി ഡിസൈൻ ഉണ്ട്. അതാണ് ആളെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പൊ 2 പേര് മൈലാഞ്ചി ഇടുന്നതിനോട് തന്നെ എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് നല്ല സുഖമായി, നിന്നെ 2 തത്തമാര് മൈലാഞ്ചി ഇടല്ലോ എന്നുള്ളത്. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇടാന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് വേറെ പല കൈകളും വരുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് എൻ്റെ ഈ കൈകൾ കാണാൻ പറ്റാറില്ല. എനിക്കാണെങ്കിൽ ആ സമയത്ത് മൈലാഞ്ചി ഇടാൻ പോലും അറിയത്തില്ല, എന്തിന് ട്യൂബ് പോലും പിടിക്കാൻ അറിയത്തില്ല. എന്തായാലും ഇതിന്റെ ബാക്കി സ്റ്റോറി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. കാരണം ഇതിൽ ഇനി കൊള്ളൂലെന്നേ.